ഷിയാസ് കരീമിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട പരാതിക്കാരി ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പരാതിക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി. 2024 മുതൽ ഷിയാസ് പണം വാങ്ങിയതിന് തെളിവുകളാണ് യുവതി പുറത്തുവിട്ടത്. ഷിയാസിന്റെ അക്കൗണ്ടിലും കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലും പണം വാങ്ങി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ ഷിയാസിക്ക ഇത് എന്തൊരു തട്ടിപ്പാണ്! 60 ലക്ഷത്തോളം രൂപയാണ് ഈ യുവതിയിൽ നിന്നും പ്രണയം തട്ടിയെടുത്തതൊപ്പം മറ്റു ചില സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എന്തൊക്കെ തെളിവുകൾ, ഇത് ഷിയാസിക്കയ്ക്ക് കൂടുതൽ കുരുക്ക് മുറുകും. ഇപ്പോൾ എന്തൊക്കെ തെളിവുകളാണ് ഈ പരാതിക്കാരി പുറത്തുവിട്ടത്? അന്വേഷണ സംഘം ഈ തെളിവുകളെല്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രേഷ്മ, അശ്വതി, ഷിയാസ് കരീമിന് കുരുക്കുമുറുകുകയാണ്. പരാതിക്കാരി കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഷിയാസ് കരീം തന്റെ പക്കൽ നിന്നും കൈപ്പറ്റിയ തുകകളുടെ അതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് ഇടപാടുകളുടെ തെളിവുകളാണ് പരാതിക്കാരിയായിട്ടുള്ള യുവതി പുറത്തുവിട്ടിട്ടുള്ളത്. പലതവണയായിട്ട് 2024 മുതൽ ഷിയാസ് കരീം യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഷിയാസിന്റെ അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ ഷിയാസിന്റെ അമ്മയുടെയും സഹോദരിയുടെയും പേരിലുള്ള ഗൂഗിൾ പേയിലുമാണ് ഇത്തരത്തിൽ പണം അയച്ചിട്ടുള്ളത്. 1 ലക്ഷം വരെയുള്ള തുകകൾ പല ഘട്ടങ്ങളിലായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷന്റെ അതോടൊപ്പം തന്നെ ബാങ്ക് വഴിയുള്ള അക്കൗണ്ട് ത്രൂ ആയിട്ടുള്ള ട്രാൻസാക്ഷന്റെയും തെളിവുകളാണ് ഈ പറയുന്ന യുവതി, പരാതിക്കാരിയായിട്ടുള്ള യുവതി പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൂടാതെ തന്നെ മെസ്സഞ്ചർ വഴിയുള്ള ചില ഓഡിയോ ക്ലിപ്പുകളും യുവതി പുറത്തുവിട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോട് നിന്നും താമസം മാറാനായിട്ട് താൻ ഒരുങ്ങുന്നത് തുടങ്ങിയ വാക്കുകളാണ് ഈ വോയിസ് ക്ലിപ്പിൽ ഷിയാസ് കരീം പറയുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ തെളിവുകൾ എന്നുള്ള രീതിയിലാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ പരാതിക്കാരി കൈമാറുക. മാത്രവുമല്ല, നേരത്തെ ഷിയാസ് കരീം യുവതിയുടെ പരാതി അപ്പാടെ നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റു ചില ഉദ്ദേശമാണ് യുവതിക്ക് എന്നുള്ള തരത്തിൽ പ്രചാരണവും ശക്തമായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ ഗൂഗിൾ പേ വഴിയും അല്ലാതെയും ലക്ഷങ്ങൾ ഷിയാസ് കരീം തട്ടിയെടുത്തുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി യുവതി പുറത്തുവിട്ടിട്ടുള്ളത്. മൊത്തത്തിൽ 65 ലക്ഷം രൂപയോളം തന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റി തന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു, നഗ്ന ദൃശ്യങ്ങൾ പോൺ സൈറ്റിലിടുമെന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി, ഉപദ്രവിക്കുമെന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് പരാതിക്കാരി പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഷിയാസ് കരീമിനെതിരായിട്ടുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കുന്നുണ്ട്. കോഴിക്കോടും വിവരങ്ങൾ വ്യക്തമാകണം. ഇങ്ങനെ ഓരോ വർഷവും ഓരോ കേസുമായി രംഗപ്രവേശം ചെയ്യും ഷിയാസ് കരീം. പക്ഷേ ഇപ്രാവശ്യത്തെ കേസിൽ ഷിയാസ് കരീമിന് കൂടുതൽ കുരുക്കുമുറുകും. കാരണം നിർണായക തെളിവുകളാണ് ഇപ്പോൾ പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു രേഷ്മ ബാബു.